കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 7. ഇനി നമ്മൾ അഗ്നിയിൽ നിന്ന് പഠിച്ചത് കഴിഞ്ഞല്ലോ. ഇനി ചന്ദ്രനിൽ നിന്ന് എന്താണ് പഠിച്ചതെന്നാണ് പറയണം കേട്ടോ. പഞ്ചഭൂതങ്ങളിൽ നിന്ന് പഠിച്ചതൊക്കെ കഴിഞ്ഞു. ഇനി ചന്ദ്രനിൽ നിന്ന് എന്താ പഠിച്ചതെന്ന് നോക്കാം. വിസർഗാദ്യോഹോ ശ്മശാനാന്ത ഭാവാദേഹസ്യ നാത്മന കലാനാമിവ ചന്ദ്രസ്യ കാലേനാവ്യക്തവത്മന. എന്താണ് ഈ ചന്ദ്രനിൽ നിന്ന് പഠിച്ചത്? ഒരു യോഗിക്ക് പഠിക്കാനുള്ളത് അല്ലെങ്കിൽ പഠിച്ചത് നമ്മൾ അവധൂതൻ എന്ത് പഠിച്ചു എന്നാണല്ലോ ഇപ്പോൾ പറഞ്ഞ. എൻ്റെ 24 ഗുരുക്കന്മാരെന്നല്ലേ പറഞ്ഞു. അപ്പം 48 അവ്യക്തവത്മന, അതായത് സ്പഷ്ടമായിട്ട് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കാത്ത വേഗതയുള്ള കാലത്താൽ വിസർഗാദ്യാഹ, അതായത് ഉണ്ടാവൽ, ശ്മശാനാന്താഹ പിന്നെ മരണം ഉണ്ടാവുക, വർദ്ധിക്കുക, മരിക്കുക അല്ലേ, ഭാവാഹ അവസ്ഥകൾ, ചന്ദ്രസ്യ ചന്ദ്രൻ്റെ കലാനാം ഇവ കലകൾ എന്ന പോലെ ദേഹസ്യ ശരീരത്തിന് മാത്രമാണ് ആത്മാവിനല്ല. അതാണ് ഇതെന്ന് മനസ്സിലാക്കിയത്. ചന്ദ്രനിൽ നിന്ന് മനസ്സിലാക്കിയത് എന്താ? പിന്നെ ഈ ചന്ദ്രനിൽ നിന്ന് വളരെ നല്ലതായിട്ടുള്ള ഇതാണ്. എന്താ അറിയോ? ജനനം മുതൽ മരണം വരെ ഉള്ള ഈ വ്യത്യാസങ്ങളൊക്കെ, മാറ്റങ്ങൾ മുഴുവൻ ദേഹത്തിന് മാത്രമാണ്, ആത്മാവിനല്ല എന്ന് ചന്ദ്രൻ പഠിപ്പിച്ചു. എന്താ കാരണം വെച്ചാൽ ചന്ദ്രൻ്റെ കലകൾ ക്ഷയിച്ചാലും വർദ്ധിച്ചാലും ചന്ദ്രന് വ്യത്യാസമൊന്നും വരുന്നില്ല. ആ കലകൾ, അതായത് ഏത് ഭാഗമാണ് പ്രകാശിക്കുന്നത്, സൂര്യൻ ഇത് അടിച്ചിട്ട് അത് മാത്രമേ വ്യത്യാസമുള്ളൂ. ചന്ദ്രൻ അതുപോലെ തന്നെ നിൽക്കുകയാണ്. അപ്പം എന്താണ് ഒരു ജ്ഞാനി പഠിക്കണേ? ഈ ജനനവും മരണവും ബാക്കി മാറ്റങ്ങളൊക്കെ ശരീരത്തിനേ ഉള്ളൂ, ആത്മാവിനെ അതൊന്നും ബാധിക്കുന്നില്ല. ഏതുപോലെ ചന്ദ്രൻ്റെ കലകൾ ക്ഷയിച്ചും വർദ്ധിച്ചും ഇരിക്കുന്നു അല്ലേ. ക്ഷയിച്ച് എന്താവും? കർത്തവാവും. വർദ്ധിച്ച് ആദ്യം വെളുത്തവാവും, പിന്നെയും കർത്തവാവും. പക്ഷേ ചന്ദ്രനൊന്നും പറ്റുന്നില്ല. അതിൽ തട്ടുന്ന വെളിച്ചത്തിൻ്റെ അംശം വ്യത്യാസം വരണല്ലേ ഉള്ളൂ അല്ലേ. അതാണല്ലോ കല. അപ്പോൾ ചന്ദ്രനിൽ നിന്ന് പഠിച്ച വലിയ പാഠം എന്താ വെച്ചാൽ ഈ മാറ്റങ്ങളും ജനനവും മരണവും ഒക്കെ ദേഹത്തിന് മാത്രമേ ഉള്ളൂ, ആത്മാവിനില്ല എന്നുള്ള വലിയ പാഠമാണ് ആരെന്ന് പഠിച്ചത്? ചന്ദ്രനെന്ന്. അതായത് കാലം നമുക്ക് വിചാരിക്കാനും കൂടി പറ്റാത്ത അത്ര വേഗത്തിലാണ് കാലത്തിൻ്റെ വേഗത അല്ലേ. ആ കാലത്തിൻ്റെ വേഗതയിലെ പ്രപഞ്ചത്തിന് ഇങ്ങനെ സാധനങ്ങൾ ഉണ്ടാവുക മറയുക, അതായത് ഉദയം അസ്തമനം അങ്ങനെയെല്ലാം ഉണ്ടാവണു മറയണു. പക്ഷെ അതൊന്നും ആത്മാവിനെ ബാധിക്കണില്ല. ഈ കാലശക്തി വലിച്ചോടിക്കൊണ്ട് സകലതും ജനിക്കണു, വർദ്ധിക്കണു, ക്ഷയിക്കണു, ഇല്ലാതെയാവണു. അത് പക്ഷേ ആത്മാവിനെ ബാധിക്കണില്ല എന്നുള്ള വലിയ പാഠമാണ് എന്തെന്ന് പഠിച്ച ചന്ദ്രനിൽ നിന്ന്. ഇനി ആദിത്യനിൽ നിന്നാണ്. നോക്കാം. അപ്പം അതാണ് ചന്ദ്രനിൽ നിന്ന് പഠിച്ചത് കേട്ടോ. ഇനി സൂര്യനിൽ നിന്നും ഇത് തന്നെയാണ്, സൂര്യനിലത്തെ ഇത് തന്നെയാണ് പറയണത് അല്ലേ. പിന്നെ എന്താണ്, അതെ, അതാണ് പറഞ്ഞത്. ഇനി നമുക്ക് 49 വായിക്കാം. 48 വായിച്ചിട്ട് വിസർഗാത്യ ശ്മശാനാന്തോ ഭാവാദേഹസ്യ നാത്മന കലാനാമിവ ചന്ദ്രസ്യ കാലേന അവ്യക്തവത്മന കാലേന ഹ്യോഖവേഗേന ഭൂതാനാം പ്രഭവാപ്യയൗ നിത്യാവചിന ദൃശ്യേതേ ആത്മനോഗ്നേർയഥോർച്ചിഷാം. 49 നാഖവേഗേന, അതായത് നദിയുടെ തുല്യമായിട്ടുള്ള വേഗത്തോടെ, കാലേന കാലം കൊണ്ടുണ്ടാകുന്ന പ്രഭവാഭയൗ, അതായത് ഉൽപ്പത്തിയും നാശവും, അഗ്നിയുടെ അർച്ചിഷാം ജ്വാലകളെപ്പോലെ, യഥാ ഭൂതാനാം ഹി ശരീരത്തിൽ നിന്നു തന്നെ നിത്യവും ദൃശ്യേത, അതായത് തുടർന്നു വരുന്നതായി കാണുന്നു, ആത്മനഃ ആത്മാവിനെ അത് ബാധിക്കുന്നില്ല എന്നാണ്
പറയണത്. അപ്പോൾ എന്താ വെച്ചാൽ അഗ്നിജ്വാലകളെ പൊന്തി മറയുന്നത് പോലെയാണ് ഈ കാലത്തിൻ്റെ വേഗതയിൽ ഇവിടെ സാധനങ്ങളൊക്കെ ഉണ്ടാവുകയും മറയുകയും ചെയ്യണത് അഗ്നിജ്വാലകളെ പൊന്തി മറയണ പോലെ ഉള്ളൂ എന്നും കൂടിയും അതും കൂടി അഗ്നിയിലാന്ന് ഇതിൽ പറയുന്നുണ്ട് ഈ ശ്ലോകത്തിൽ. അഗ്നിയുടെ കഴിഞ്ഞു വെച്ചാലും ശരിക്കും പറയാ വെച്ചാൽ അതിനിടയ്ക്കൊന്ന് ചന്ദ്രൻ്റെ പറഞ്ഞു, എന്നിട്ട് ആദ്യ അഗ്നിയുടെ പറയുകയാണ് ഇപ്പം ഇതിൽ ചെയ്തതേ. ചന്ദ്രൻ്റെ പറഞ്ഞു കഴിഞ്ഞിട്ട് ആദ്യ അഗ്നിയുടെ എന്നൊന്ന് പറയുന്നുണ്ട് ഇതിൽ. എന്താ വെച്ചാൽ ഈ പിന്നെ എന്താണ് കാലത്തിൻ്റെ വേഗത കൊണ്ട്, കാലശക്തി കൊണ്ട് പിന്നെ എന്താണ് ശരീരാദികളുടെ ജന്മനാശങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും അഗ്നിയുടെ ജ്വാലകളുടെ ജന്മനാശങ്ങൾ പോലെ ഉള്ളൂ. അതായത് അതുകൊണ്ട് ദേഹത്തിൽ സ്ഥിതി ചെയ്യുന്ന ആത്മാവിന് ഒന്നും പറ്റണില്ല എന്ന് തന്നെയാണ് പറയണത് കേട്ടോ. അതായത് ഈ ചന്ദ്രൻ്റെ പറഞ്ഞതിന് ശേഷം പറയുന്നുണ്ട് അദൃശ്യമായിട്ടുള്ള കാലത്തിൻ്റെ വേഗത്തിൽ ഈ പ്രപഞ്ചത്തിലത്തെ എല്ലാ കാര്യങ്ങളും ഉണ്ടാവുകയും മറിയുകയും ചെയ്യണമെന്ന് നമുക്ക് കാണാൻ കഴിയണില്ല. എങ്ങനെ അത് നമുക്ക് കാണുന്നില്ല പലപ്പോഴും. അദൃശ്യ വേഗത്തിലാണ് കാലത്തിൻ്റെ വേഗത. അപ്പോൾ പ്രപഞ്ചഘടകങ്ങൾ ഉണ്ടായി മറയണത് കാണാൻ കഴിയില്ല. അഗ്നിജ്വാലകൾ പൊന്തി മറയുന്നത് പോലെയാണ് ഈ ഉണ്ടാവലും മറയലും ഒക്കെ. അങ്ങനെയുള്ളൊരു ഇതും കൂടി നമ്മൾ അഗ്നിയിൽ നിന്ന് പഠിക്കുന്നുണ്ട് എന്ന് പറയുന്നത് കേട്ടോ. അത് ആദ്യ അഗ്നിയിലേക്ക് വന്നു. ഇനിയാണ് ഈ 49 കഴിഞ്ഞിട്ട് ഇനിയാണ് എന്താ ആദിത്യൻ. ചന്ദ്രൻ കഴിഞ്ഞ് ആദിത്യൻ. കാലേന ശോഖവേഗേന ഭൂതാനാം പ്രഭവാപ്യയ നിത്യാവപിന ദൃശ്യേതേ ആത്മനോ നേര്യഥോചിതാം യഥാർച്ചിഷാം. ഇനി എന്ത് പഠിക്കുന്നു? സൂര്യനിൽ നിന്ന്. ഗുണേർഗുണാനുപാദത്തെ യഥാകാലം വിമുഞ്ചതി നതേഷു യുജ്യതേ യോഗി ഗോഭിർഗ ഇവ ഗോപതി. എന്താണ് സൂര്യൻ എന്ന് പഠിക്കണമെന്നാണ് 50 പറയണത് കേട്ടോ. അപ്പോൾ ഗോപതി വെച്ചാൽ സൂര്യൻ, ഗോപി കിരണങ്ങളാൽ. ഗോ എന്നുള്ളതിന് പല അർത്ഥമുണ്ട് കേട്ടോ. ഈ പിന്നെ എന്താ പറയുക സംസ്കൃതത്തിൽ ഭൂമി, പശു, ഇതപ്പോൾ കിരണം, റേസ് എന്നർത്ഥമുണ്ട്. അതുകൊണ്ടാണ് ഗോപതി എന്ന് സൂര്യന് ഒരു പേര് വരണത്. അതായത് ഈ പിന്നെ ഈ സൂര്യരശ്മികളുടെ നാഥൻ അല്ലെങ്കിൽ പതി. അപ്പോൾ ഗോപതി സൂര്യൻ, ഗോപി കിരണങ്ങളാൽ, ഗാഹ ഇവ വെള്ളം പോലെ. അതായത് വേനൽക്കാലത്ത് വെള്ളം എടുക്കൂലോ സൂര്യൻ, എന്നിട്ട് മഴ പിന്നെ പെയ്യല്ലേ ചെയ്യുക. അതുപോലെ യോഗി ഗുണൈഹി ഇന്ദ്രിയങ്ങളാൽ ഗുണാൻ വിഷയങ്ങളെ ഉപാദത്തെ ഗ്രഹിക്കുന്നു. യഥാകാലം അവയെ അതായത് ആഗ്രഹിക്കുന്നവൻ വരുമ്പോൾ വിമുഞ്ചതി വിടുന്നു. തേഷു അവകളിൽ നയുജ്യതേ ഒട്ടുന്നില്ല. എന്താണ് ഈ പിന്നെ എന്താണ് ആദിത്യനിൽ നിന്ന് പഠിക്കണ ഒരു യോഗി എന്ന് പറയാണ്. ആദിത്യനിൽ നിന്ന് എന്താ പഠിക്കണ? ആദിത്യൻ എന്താ ചെയ്യണ? ഈ ആദിത്യൻ്റെ രശ്മികൾ ഉപയോഗിച്ച് ഈ പിന്നെ ജലത്തിനെ ആവിയായി കൊണ്ടുവിടൂ അല്ലേ, ജലത്തിനെ വലിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് എപ്പോഴാണ് ആവശ്യം വെച്ചാൽ അപ്പോൾ തിരിച്ച് മഴയായിട്ട് പെയ്തിട്ട് ആവശ്യമുള്ളവർക്ക് നൽകണു. അങ്ങനെയാണല്ലോ പിന്നെ സൂര്യൻ വെള്ളത്തിനെ മേഘാക്കി അല്ലേ, എന്നിട്ട് ആ ജലത്തിന് പിന്നെ വർഷിക്കില്ലേ ആവശ്യമുള്ള സമയത്ത്. അതുപോലെയാണ് ഒരു പിന്നെന്താണ് ഒരു ജ്ഞാനി കിട്ടിയെന്നോ കൊടുത്തുന്നോ ഉള്ള അഭിമാനമൊന്നും ഇല്ലാതെ ആണ് വിഷയങ്ങളെ സ്വീകരിക്കണം. എന്നിട്ട് ആവശ്യാനുസരണം അത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നു. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു സാധനം കിട്ടിച്ചാൽ അത് കിട്ടിയോണ്ട് സന്തോഷമൊന്നുമില്ല, പക്ഷെ അത് കയ്യിൽ വയ്ക്കും. എന്നിട്ട് ആ സാധനം ആവശ്യമുള്ള ഒരാളെ കണ്ടാൽ അത് കൊടുക്കും. അത് അവനവൻ്റെ എന്ന് വിചാരമില്ല. അങ്ങനെ അത് സൂര്യൻ അങ്ങനെയാണല്ലോ, ജലമൊക്കെ വലിച്ചെടുക്കും. തൻ്റേതാണെന്ന് വിചാരമില്ല. ആ സമയം അതായത് വേണ്ട സമയത്ത് അത് വർഷിച്ച് മുഴുവനെ കൊടുക്കുകയും ചെയ്യും. അതുപോലെയാണ് ഒരു ജ്ഞാനി. എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കിട്ടിയാൽ അത് വേണ്ടാന്ന് പറഞ്ഞ് എടുത്തു പിന്നെ മേടിക്കാതിരിക്കില്ല, അത് മേടിക്കും. പക്ഷെ അവനവൻ്റെ എന്നുള്ള വിചാരമൊന്നുമില്ല. വേറൊരു സമയത്ത് അത് വേറെ ആൾക്ക് കൊടുക്കും. അതാണ് ഒന്ന്. ഇനി വേറെയും ഉണ്ട് കേട്ടോ. ആദിത്യൻ്റെ നിന്ന് വേറെ വളരെ നല്ലൊരു പാഠമുണ്ട്, പഠിക്കാനുണ്ട്. അതാണ് അപ്പം ഇതിൽ അതാണ് പറഞ്ഞത്, 50 അതാണ് പറഞ്ഞത്. അതായത് എന്ത് കാര്യങ്ങളെയും സ്വീകരിക്കും, യഥാകാലം അത് ആഗ്രഹിക്കുന്നവർക്ക് മടക്കി കൊടുക്കും. അല്ലാതെ അത് സ്വന്തമാണെന്ന് വിചാരിച്ച് അതിൽ ആസക്തനായി തീരുന്നില്ല. അത് ഏതുപോലെ വെച്ചാൽ സൂര്യൻ വേനൽക്കാലത്ത്
സൂര്യരശ്മികൾ ഉപയോഗിച്ച് ജലത്തിനെയൊക്കെ സ്വീകരിച്ച് വേണ്ട സമയത്ത് ഭൂമിക്ക് തന്നെ മടക്കി കൊടുക്കുകയും ചെയ്യും. അല്ലാതെ എൻ്റെ ആണെന്ന് വിചാരിച്ച് മടക്കി കൊടുക്കാതിരിക്കില്ല എന്ന്. അപ്പോൾ യോഗി അതാണ് പഠിക്കുന്നത് സൂര്യനിൽ നിന്ന്. ഇനി 51 വായിക്കാം. അതും സൂര്യൻ തന്നെയാണ് കേട്ടോ. 51. ബുദ്ധ്യതേ സ്വേന ഭേദേന വ്യക്തിസ്ഥ ഇവ തദ്ഗതഃ ലക്ഷ്യതേ സ്ഥൂലമതിഭിരാത്മാ അവസ്ഥിതോർക്കവത് അല്ലേ? അതെ അതെ, അവസ്ഥിതോർക്കവത്. അപ്പോൾ അർക്കവത് അർക്കനാണ്. അവസ്ഥിതോ അർക്കവത്. അർക്കവത് എന്ന് പറഞ്ഞാൽ സൂര്യനെ പോലെ അവസ്ഥിത ഇരിക്കുന്ന, സൂര്യനെ പോലെയാണ് ആത്മാവ്. വ്യക്തിസ്ഥ, അതായത് പല പല ഉപാധികളോട് കൂടിയിട്ടുള്ളതിലും റിഫ്ലക്റ്റ് ചെയ്തിട്ട്. അപ്പം അതായത് സൂര്യൻ നോക്കൂ, ഒരു ചെറിയ പാത്രത്തിൽ വെള്ളം ഉണ്ടെങ്കിൽ അതിൽ റിഫ്ലക്റ്റ് ചെയ്യും, വലിയൊരു ലേക്കിൽ റിഫ്ലക്റ്റ് ചെയ്യാം, പിന്നെ ചെറിയൊരു ജലാശയത്തിൽ റിഫ്ലക്റ്റ് ചെയ്യാം. എന്താ അതിൻ്റെ ലിമിറ്റേഷൻസ്? അതിൻ്റെ ഉള്ളിൽ റിഫ്ലക്റ്റ് ചെയ്യും അല്ലേ? സ്ഥൂല മതിഭിഹി, സ്ഥൂലമായ ബുദ്ധിയോട് കൂടിയവരാൽ തദ്ഗതഃ ഇവ, ഉപാധികളിൽ ഇരിക്കുന്നവൻ പോലെ ക്ഷ്യതേ ഗണിക്കപ്പെടുന്നു. സ്വേന ഭേദേനാച്ച സ്വരൂപ ഭേദത്തോടും ബുദ്ധ്യതയെ അറിയപ്പെടുന്നു. എന്താണ് ഇതിൽ പറയണ വെച്ചാൽ, ഈ പിന്നെ ആത്മാവും എങ്ങനെയാണ്? സൂര്യനെ പോലെയാണ്. ആത്മാവ് അവനവനിൽ തന്നെ സ്വസ്വരൂപത്തിലിരിക്കുമ്പോൾ തന്നെ അപ്പോൾ അതാണ് അതും കൂടി സൂര്യനിൽ നിന്ന് പഠിക്കണ്ട കേട്ടോ. പിന്നെ ഒന്ന് മറ്റേ ആവശ്യാനുസരണം കൊടുക്കുന്ന പറഞ്ഞില്ലേ. ഇനി മറ്റെന്താ ഒരു പാഠം? അതാണ് ഇതിൽ പറയണത്. എന്താ അറിയോ, ഒരേ സൂര്യൻ തന്നെയാണ് പല വസ്തുക്കളിലും പ്രകാശം കൊടുക്കണത്. അപ്പോൾ സൂര്യന് യാതൊരു ഭേദവും ഇല്ല. അതായത് സൂര്യൻ നല്ല ഭംഗിയുള്ളൊരു പൂന്തോട്ടത്തിലും വെളിച്ചം കൊടുക്കുന്നുണ്ട്, വളരെ വൃത്തികെട്ട ട്രാഷ് നിറച്ചിട്ടിട്ടുള്ള ഒരു അവിടെയും വെളിച്ചം കൊടുക്കും. ആ ഒരു ഭേദഭാവനയില്ല. ഭേദഭ്രമം അതൊക്കെ ലിമിറ്റേഷനാണല്ലോ. ഒന്നും ഭേദമില്ല സൂര്യന്. എവിടെയും ഒരുപോലെ സൂര്യപ്രകാശം പിന്നെ പതിപ്പിക്കും ഇല്ലേ? അതേപോലെയാണ് ആത്മാവും. അതായത് എല്ലാറ്റിനോടും സമഭാവനയാണ്. മനുഷ്യൻ്റെ ഉള്ളിലും പക്ഷിയുടെ ഉള്ളിലും മൃഗങ്ങളുടെ ഉള്ളിലും ഒക്കെ ആ ഒരേ ആത്മാവാണ് പ്രകാശിക്കണത്. ഏതുപോലെ സൂര്യൻ എല്ലാ ദിക്കിലും അതിൻ്റെ വെളിച്ചം പ്രകാശം നൽകുന്നു. ഒരു ചെറിയ കിണറ്റിലാണെങ്കിലും ഒരു ചെറിയ പാത്രത്തിലാണെങ്കിലും ഒരു വൃത്തികെട്ട സ്ഥലത്താണെങ്കിലും സൂര്യപ്രകാശം വീണുണ്ട്. നല്ല ഭംഗിയുള്ളൊരു പൂന്തോട്ടത്തിലാണെങ്കിലും അതികേമായിട്ടുള്ള ഒരു പാലസിൻ്റെ പിന്നെ പുറത്താണെങ്കിലും ഒരു ചെറ്റക്കുടിലിൻ്റെ പുറത്താണെങ്കിലും സൂര്യന് യാതൊരു വ്യത്യാസമില്ല. എല്ലാ ദിക്കിലും ഒരുപോലെ സൂര്യരശ്മി വിതറി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ആത്മാവ്. ഏതിൻ്റെ ഉള്ളിലാണ് ഇരിക്കണം എന്നുള്ളതൊന്നും ആത്മാവിന് വ്യത്യാസമില്ല. ആ സെയിം ആത്മാവാണ് എല്ലാ ജീവികളുടെ ഉള്ളിലും പ്രകാശിച്ച് നിൽക്കുന്നത്. ആ സെയിം ചൈതന്യം, ആ ബ്രഹ്മം, ആ പരബ്രഹ്മം തന്നെയാണ് എല്ലാതും ആയിട്ട് പ്രകാശിക്കുന്നത് സൂര്യനെ പോലെ എന്നാണ്. അതായത് ഈ മനുഷ്യൻ പക്ഷി മൃഗം എന്നുള്ളതൊക്കെ വെറും ദേഹത്തിൻ്റെ ലിമിറ്റേഷൻസ് വെച്ച് നമ്മൾ പറയുകയാണ്. അതിനെയൊക്കെ ചൈതന്യവത്താക്കുന്ന ആ ബ്രഹ്മമുണ്ടല്ലോ, ആത്മാവുണ്ടല്ലോ, അത് ഒന്ന് തന്നെയാണെന്ന്. ആ ബോധരൂപമായിട്ടുള്ള വസ്തുവിന് യാതൊരു വ്യത്യാസവുമില്ല എന്നുള്ള വലിയൊരു തത്വമാണ് ആരെന്ന് പഠിക്കണേ? സൂര്യനെന്ന്. അതാണ് മറ്റേനേക്കാളധികം അല്ലേ? എല്ലാ കർമ്മങ്ങൾക്കും സാക്ഷിയാണ് അല്ലേ? എന്നാൽ കർമ്മങ്ങൾ അല്ലേ, സൂര്യനെ നമ്മൾ അങ്ങനെ കർമ്മസാക്ഷി എന്ന് പറയുന്നത് ചെയ്യല്ലേ? എല്ലാ കർമ്മങ്ങൾക്കും സാക്ഷിയാണ് സൂര്യൻ. എന്നാൽ കർമ്മങ്ങളൊന്നും സൂര്യനെ ബാധിക്കില്ല. അതാണ് അത്ഭുതം. പിന്നെ അതായത് ഈ എല്ലാറ്റിനെയും അപ്പം അതുപോലെയാണ് ആത്മാവ് എല്ലാവരുടെയും സാക്ഷിയാണ്. ആത്മാവിന് കർത്തൃത്വമില്ല, ഭോക്തൃത്വമില്ല, ഒന്നുമില്ല. സൂര്യനെ പോലെയാണ് എല്ലാ ദിക്കിലും ഒരുപോലെ പ്രകാശം നൽകണു. ആത്മാവ് എത്ര ചെറിയ ശരീരമാണെങ്കിലും വലിയ ശരീരമാണെങ്കിൽ ബ്രഹ്മാവിൻ്റെ ഉള്ളിലത്തെ ആത്മാവും
ഒരു ഉറുമ്പിൻ്റെ ഉള്ള ആത്മാവും ഒരേ ആത്മാവിനെ പ്രകാശിക്കുകയാണ്. ആ ലിമിറ്റേഷനൊന്നും ആത്മാവിന് അനുഭവപ്പെടുന്നില്ല. അയ്യോ ഞാനൊരു കുഞ്ഞ് ഉറുമ്പിൻ്റെ ഉള്ള, അത് വെറും ഒരു ശരീരം അത്രയേ ഉള്ളൂ. പക്ഷെ അതിനെ എല്ലാറ്റിനെയും ചൈതന്യവത്താക്കുന്ന ആത്മാവ് ഈ എല്ലാ ദിക്കിലും പ്രകാശിക്കുന്ന സൂര്യനെ പോലെ തന്നെയാണ് എന്നാണ് അതിൽ പറഞ്ഞത്. ഇനി അടുത്തത് നോക്കാം നമുക്ക്. ഇനി പിന്നെ ഒരു ഇതാണ് 51 കഴിഞ്ഞാൽ പിന്നെന്താണ്, ഒരു പ്രാവെന്ന് പഠിക്കുന്നതാണ് കേട്ടോ. ഇനി ബുദ്ധ്യതേ സ്വേന ഭേദേന വ്യക്തിസ്ഥ ഇവ തദ്ഗതഃ ലക്ഷ്യതേ സ്ഥൂലമതിഭിരാത്മാ ചാവസ്ഥിതോ അർക്കവത് ചാവസ്ഥിതോർക്കവത്. ഇനി 52 അതാണ് ഒരു പ്രാവിൻ്റെ. നാദിസ്നേഹ പ്രസംഗോവാ കർത്തവ്യ ക്വാപി കേനചിത് കുർവൻ വിന്ദേത സന്താപം കപോത ഇവ ദീനധീഹി. ഇനി കപോതത്തിന് 2-3 ശ്ലോകം ഉണ്ട് കേട്ടോ. അതായത് 2-3 ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ എന്താ പറയണം നമുക്ക് നോക്കാം. 52 അതിസ്നേഹ, അതായത് അധികമായിട്ടുള്ള സ്നേഹമോ പ്രസംഗ വാ, അതിൽ പിന്നെ അതിനെ അവരോട് അതിയായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് പ്രസംഗ വാ പിന്നെ വല്ലാത്ത സ്നേഹവും വല്ലാത്ത അറ്റാച്ച്മെൻറ്റും ക്വാപി ഒരു വസ്തുവിലും കേനജിത് ഒരുത്തനോടും കർത്തവ്യ ഉണ്ടാവരുത്. ദീനഹ ധി വിവേകം ഇല്ലാത്തവനാണ്. ധീച്ച ബുദ്ധി, ദീനാച്ചാൽ ശരിക്കും വളരെ പിറ്റിയബിളായിട്ട്, അതായത് കഷ്ടമാണ് എൻ്റെ സ്ഥിതി എന്ന്, വിവേകമില്ലാത്തവനായി കുർവൻ ബന്ധം വയ്ക്കുന്നവൻ. അങ്ങനെ അതിസ്നേഹവും അതിസംഘമൊക്കെ വയ്ക്കുന്ന ആൾ വിവേകശൂന്യനാണ്. അങ്ങനെ വയ്ക്കണ ആൾ കപോതഹ ഇവ, ഈ പ്രാവിനെ പോലെ പ്രാവിനെ പോലെ എന്താണ് സന്താപം വിന്ദേത, സന്താപം അനുഭവിക്കേണ്ടി വരുന്നു. അപ്പോൾ ഇനി ആ കഥയിലേക്ക് നമ്മൾ വരിട്ടു അടുത്ത 2-3 പിന്നെ ശ്ലോകങ്ങളിൽ. എന്താണ് അപ്പോൾ ഈ ഒരു ശ്ലോകത്തിൽ പറയണത് എന്താ വെച്ചാൽ, ഈ എന്താണ് ആരോടും ഒരിക്കലും അതിസ്നേഹവും എന്തൊന്നില്ലാത്ത ഒരു സംഘവും അറ്റാച്ച്മെൻറ്റും ഒന്നിനോട് വരുത്. ഒന്നിനോടും എന്താ കാരണം വെച്ചാൽ അങ്ങനെ അതിയായിട്ടുള്ള സ്നേഹവും അതിയായിട്ടുള്ള അറ്റാച്ച്മെൻറ്റും ഉണ്ടായാൽ ഈ ഒരു പ്രാവുകളുടെ കഥ ഉണ്ട്. ആ പ്രാവുകൾ അനുഭവിച്ച പോലത്തെ ദുഃഖം അനുഭവിക്കേണ്ടി വരും. അതായത് ആ പ്രാവുകൾ അതിസ്നേഹം കൊണ്ടും അതിസംഘം കൊണ്ടുമാണ് ആ ദുഃഖം അനുഭവിക്കേണ്ടി വന്നത്. ആ കഥ ഇനി വരും. അപ്പോൾ നമുക്ക് ആരോടാണെങ്കിലും കണക്കിലധികം സ്നേഹവും കണക്കിലധികം അറ്റാച്ച്മെൻറ്റും ഉണ്ടെച്ചാൽ ആ പ്രാവുകളെപ്പോലെ ദുഃഖിക്കേണ്ടി വരും. ഈ പ്രാവിൻ്റെ കഥ പറയും. നാദിസ്നേഹ പ്രസംഗോ വാ കർത്തവ്യത്വാപി കേനജിൽ കുർവൻ വിന്ദേത സന്താപം കപോത ഇവ ദീനധീഹി. ഇനി അങ്ങനെ ആ ഉദാഹരണം പറയാൻ കേട്ടോ. കപോത കശ്ചനാരണ്യേ, എന്താണ് കൃത നീഡോ വനസ്പതൗ കപോത്യോ ഭാര്യയാ സാർത്ഥം ഉവാസ കതിജിത് സമാഹ. ഒരു കഥ പറയാണ്. ആരണ്യേ ഒരു കാട്ടിൽ, വനസ്പതൗ ഒരു മരത്തിൽ, കൃതനീഡ ഒരു കൂടുണ്ടാക്കിയിട്ട്, കശ്ചന കപോത ഒരു പ്രാവ്, ഭാര്യ കപോത്യ സാർത്ഥം തൻ്റെ ഭാര്യയായിട്ടുള്ള പ്രാവിനോട് കൂടി, കതിജിത് സമാഹ കുറച്ച് വർഷങ്ങൾ ഉവാസ വസിച്ചു. കഥ തുടങ്ങണേ എളുപ്പത്തിൽ. അപ്പോൾ കഥയുടെ ആദ്യത്തേത് പറയുകയാണ്. എന്താ പറയുക വെച്ചാൽ, ഒരു കാട്ടിൽ ഒരു പ്രാവ് ഒരു വൃക്ഷത്തുമ്പിൽ കൂടി കെട്ടിയിട്ട് അതിൻ്റെ ഭാര്യ ആയിട്ടുള്ള മറ്റൊരു പ്രാവിനോട് കൂടി കുറേ കാലം താമസിച്ചു. ഇങ്ങനത്തെ ഒരു കുട്ടികളുണ്ടാവണതൊക്കെ. കപോത കശ്ചനാരണ്യേ കൃതനീഡോ വനസ്പതൗ കപോത്യ ഭാര്യയാ സാർത്ഥം ഉവാസ കതിജിത് സമാഹ. 54 ഇനി ഭയങ്കര സ്നേഹമാണ് അവർ കഥ പറയണത്. കപോതൗ സ്നേഹഗുണിത ഹൃദയൗ ഗൃഹധർമ്മിണൗ ദൃഷ്ടിം ദൃഷ്ട്യാംഗമാംഗേന ബുദ്ധിം ബുദ്ധ്യാ ബബന്ധുതു. എന്താണ് അവർ എന്തൊന്നില്ലാത്ത സ്നേഹമുള്ളവരാണ്. ഒരു അതിയാണ്. കപോതവും ആ 2 പ്രാവുകളും
സ്നേഹഗുണിത ഹൃദയവും പരസ്പരം അങ്ങേയറ്റം സ്നേഹം നിറഞ്ഞ മനസ്സോടുകൂടി ഗൃഹധർമ്മണവും ദൃഷ്ടിം ദൃഷ്ട്യ, അതായത് ഗൃഹസ്ഥൻ്റെ ധർമ്മങ്ങളെ അനുഷ്ഠിച്ചുകൊണ്ട്, അതായത് ഒരു സാധാരണ ഒരു ഭാര്യയും ഭർത്താവുമായിട്ടുള്ള പ്രാവം എന്തൊക്കെ ചെയ്യിച്ചാൽ അതൊക്കെ വളരെ സ്നേഹത്തോട് പിന്നെ പിന്നെ ചെയ്തുകൊണ്ട്, ദൃഷ്ടിയെ ദൃഷ്ടി കൊണ്ടും അംഗം അംഗേന, ദേഹത്തെ ദേഹത്തോടും, ബുദ്ധിയെ ബുദ്ധിയോടും ബന്ധത്തു ഒന്നാക്കി ജീവിച്ചു. എന്തൊന്നില്ലാത്തൊരു അതിസ്നേഹവും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അറ്റാച്ച്മെൻറ്റോടും കൂടിയിട്ട് അവർ നമ്മളങ്ങനെ പറയുമല്ലോ, ഇരുമയ്യാണെങ്കിലും ഒറ്റക്കരള എന്നൊക്കെ പറയില്ലേ നമ്മൾ, അതുപോലെ രണ്ട് ശരീരമാണെങ്കിലും ഒരു ഹൃദയം ആണ് അവർക്കുള്ളതെന്നുള്ള പോലെ, ഒരു മനസ്സായിട്ടുള്ള പോലെ അവർ അത്ര സ്നേഹത്തോടുകൂടി ജീവിച്ചു. നമുക്ക് കേട്ട ഐഡിയയിലാണെന്ന് തോന്നും, പക്ഷേ അതിന്ന് ദുഃഖമാണ് ഉണ്ടാവണമെന്ന് പറയാണ്. അതായത് അവർ അത്ര ആ രണ്ട് പക്ഷികൾ, ഭാര്യയും ഭർത്താവുമായിട്ടുള്ള പ്രാവുകൾ അതിസ്നേഹം കൊണ്ട് ബദ്ധരായിട്ട് എല്ലാ കാര്യങ്ങളും, അതായത് എപ്പോഴും എന്ത് കാര്യം നോക്കുകയാണെങ്കിൽ അവർ ഒന്നിച്ചാണ് നോക്കുക. ആ നോക്കൂ പറയും, എന്തെങ്കിലും കണ്ടാൽ മറ്റേ ആൾക്ക് പറഞ്ഞു കൊടുക്കും. എന്ത് കാര്യവും അവർ ഒന്നിച്ച് ചെയ്ത് അവർ ഒരേ കാര്യം തന്നെ ബുദ്ധി കൊണ്ടും പിന്നെ അവരുടെ പ്രവൃത്തി കൊണ്ടും എല്ലാം അന്യോന്യം അങ്ങേയറ്റം ബന്ധിതരായിട്ട് അവിടെ ജീവിച്ചു. അത്ര അവർക്ക് ഒരു അത്ര അവർ ഒന്നായിട്ട് ജീവിച്ചു കേട്ടോ. കബോധൗ സ്നേഹഗുണിത ഹൃദയൗ ഗൃഹധർമ്മിണൗ ദൃഷ്ടിം ദൃഷ്ട്യാംഗമംഗേന ബുദ്ധിം ബുദ്ധ്യാ ബബന്ധതു. അതാണ് അത് ബന്ധിക്കപ്പെടുകയാണ്. അതായത് പിന്നെ എന്താണ്, അതാണ് ദൃഷ്ടി പറഞ്ഞത്. അതായത് പരസ്പരം വല്ലാതെ സ്നേഹിച്ചു. കണ്ണിനെ കണ്ണുകൊണ്ടും ദേഹത്തിനെ ദേഹം കൊണ്ടും ബുദ്ധിയെ ബുദ്ധി കൊണ്ടും ബന്ധിച്ചു എന്ന് പറഞ്ഞാൽ എന്താ, എപ്പോഴും എല്ലാം അവരൊന്നിച്ചേ ചെയ്യുള്ളൂ. അങ്ങനെ എന്നിട്ട് പിന്നെ ഇനി നമുക്ക് നോക്കാം, എത്ര ഈ സമയം നോക്കട്ടെ, 22, ഒന്നും കൂടി ചെയ്യാം. എന്നിട്ടോ 55 വായിക്കാം. ശയ്യാസനാടനസ്ഥാന വാർത്താ ക്രീഡാശനാധികം മിഥുനീഭൂയ വിശ്രബ്ധൗ ചേരതുർവനരാജിഷു. എല്ലാം ഒരുമിച്ചേ ചെയ്യുള്ളൂ. 55 അതാണ് വിശ്രബ്ധൗ, ഒരു ഭയവും ഇല്ലാണ്ട് മിഥുനീഭൂയ, ദമ്പതികളായിട്ട് ദമ്പതി ധർമ്മമൊക്കെ ആചരിച്ച് ശയ്യാസനാടനസ്ഥാന വാർത്താം ക്രീഡാശനാധികം, അതായത് കിടക്കുക, ഇരിക്കുക, എങ്ങടെങ്കിലും പൂവാച്ച ഒന്നിച്ച് നിൽക്കുക, സംസാരിക്കുക, ഊണ് കഴിക്കുക, ഒക്കെ അശനം ഊണ്. വനരാജിഷു, അതായത് മരങ്ങൾ ഉള്ള ആ കാടുകളിൽ ചെയ്തു വന്നു. എല്ലാം അവരൊപ്പേ ചെയ്യുള്ളൂ. എന്തൊന്നില്ലാത്തൊരു സ്നേഹം. അതായത് പിന്നെ എന്താണ്, കിടപ്പ്, ഇരിപ്പ്, നടപ്പ്, വർത്തമാനം പറയൽ, കുളി, ഭക്ഷണം എല്ലാം ഒരുമിച്ച്, എല്ലാം അവരൊന്നിച്ചേ ചെയ്യുള്ളൂ. അങ്ങനെ അവർ കഴിഞ്ഞുകൂടുകയാണ് കേട്ടോ. ശയ്യാസനാടനസ്ഥാന വാർത്താ ക്രീഡാശനാധികം മിഥുനീഭൂയ വിശ്രബ്ധൗ ചേരതുർവനരാജിഷു യം വാഞ്ചതി. നീ കേട്ടോളൂ 56. യം വാഞ്ചതി സാരാജൻ തർപ്പയന്ത്യനുകമ്പിത തം സമനയത് കാമം കൃഷ്ണേണാപ്യജിതേന്ദ്രിയ. ഹേ രാജൻ, അതായത് പിന്നെ എന്താണ് പറയണ, തർപ്പയന്തി തനിക്ക്, ഹേ രാജൻ തർപ്പയന്തി തനിക്ക് തൃപ്തി ചെയ്യുന്ന, അതായത് യദുവിനോട് പറയാണല്ലോ, യദു മഹാരാജാവിനോട് പറയാണ് ഈ അവധൂതനെ അല്ലെങ്കിൽ ദത്താത്രേയൻ, രാജൻ, ഹേ രാജൻ തർപ്പയന്തി തനിക്ക് തൃപ്തി തരുന്ന ആ പെൺപ്രാവ് അനുകമ്പിത മീൻസ് ദയയ്ക്ക് പാത്രമായി, യം കാമം വാഞ്ചതി എന്തെന്താ ആഗ്രഹമാണ് ഉള്ളത് ആ പെൺപ്രാവിനെ വെച്ചാൽ, തം കാമം അതിനെ മുഴുവൻ ജിതേന്ദ്രിയല്ലാത്ത ആൺപ്രാവ് കൃക്ഷേണാഭി എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും സമനയത് ചെയ്തു കൊടുത്തു. അതായത് എന്താഗ്രഹമാണ് ഈ പെൺപ്രാവിനുള്ളത് അപ്പം അത് പറയും ഈ ആൺപ്രാവിനോട്. എത്ര ബുദ്ധിമുട്ടിയാലും വേണ്ടില്ല, ആൺപ്രാവ് ആ പെൺപ്രാവിന് വേണ്ടി അത് ചെയ്തു കൊടുക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പിന്നെ എന്താണ്
എന്താണ് ആഗ്രഹം അവളെ, അതായത് അവരൊന്നും ജിതേന്ദ്രിയന്മാരല്ല, ഇന്ദ്രിയങ്ങളെ ജയിച്ചിട്ടില്ല എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഹേ യദു മഹാരാജാവേ, ഈ പെൺപ്രാവ് തൻ്റെ അവനെ അത്രയ്ക്ക് പിന്നെ എന്താ പറയുക, ശൃംഗാരം കൊണ്ടൊക്കെ മയക്കിയിട്ട് എപ്പോഴും തൃപ്തിപ്പെടുത്തും പിന്നെ ഈ പെൺപ്രാവ് ആൺപ്രാവിനെ. എന്നിട്ട് അപ്പം ഈ ആൺപ്രാവ് പെൺപ്രാവിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ്. കാരണം ശൃംഗാരം കൊണ്ടുമൊക്കെ ആൺപ്രാവിനെ നല്ലോണം തൃപ്തിപ്പെടുത്തുമ്പോൾ പിന്നെ ഇവൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാവുമല്ലോ ഈ ആൺപ്രാവ്. എന്നിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ഈ പെൺപ്രാവ് ആഗ്രഹിക്കണത്, അത് മുഴുവൻ ഈ ഇന്ദ്രിയജയം വന്നിട്ടില്ലാത്ത ഈ ആൺപ്രാവ് എത്ര വിഷമിപ്പിച്ചാണെങ്കിലും അവൾക്കത് ചെയ്തു കൊടുക്കും. അങ്ങനെ അങ്ങടും ഇങ്ങടും സന്തോഷിപ്പിച്ചും അതിസ്നേഹത്തോടു കൂടിയും അവർ ജീവിച്ചു എന്ന് പറഞ്ഞ് നമുക്ക് ഇന്നിവിടെ നിർത്താം. യം യം വാഞ്ചതി സാ രാജൻ തർപ്പയന്തി അനുകമ്പിത തം തം സമനയത് കാമം കൃക്ഷേണാപ്യജിതേന്ദ്രിയ. അതായത് ഇങ്ങനത്തെ മനുഷ്യന്മാരും ഉണ്ടല്ലോ അല്ലേ, എല്ലാം അങ്ങടും ഇങ്ങടും വെച്ചാൽ വിഷയങ്ങളെയൊക്കെ ഈ എന്താണ് സംസാരത്തിലത്തെ ഭോഗങ്ങളെ വേണമെന്ന് പറയുമ്പോൾ അതിനു വേണ്ടി എന്തും ചെയ്ത് അത് സാധിപ്പിച്ചു കൊടുക്കുക. അങ്ങനെയാണ് ഇപ്പോൾ ഇതിൽ പറഞ്ഞത്. അപ്പോൾ നമുക്കിപ്പോൾ തൽക്കാലം നിർത്താം. ശ്രീകൃഷ്ണ അർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഈ കബോധത്തിൻ്റെ കഥ നമുക്ക് നാളെ കണ്ടിന്യൂ ചെയ്യാം. ഗുരുവായൂരപ്പ ശരണം.